ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിവിൻ പോളി ആരാധകരും നിവിനെ ഇഷ്ടപ്പെടുന്ന സിനിമാ ലോകവും ഉറ്റുനോക്കിയ ഒരു വൻ കിടു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ നിവിന്റെ ഈ കോസ്റ്റ്യൂമിലുള്ള ഈ ലുക്ക് പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തിരിക്കുകയാണ് നിവിൻ പോളി എന്നതാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റയിൽ വലിയ തരംഗമായിരിക്കുകയാണ് നിവിൻ പോളി എന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് നിവിൻ അദ്ദേഹത്തിന്റെ ബോഡിയുടെ പേരിൽ വലിയ രീതിയിലുള്ള ബോഡി ഷേമിംഗ് എല്ലാം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഡയലോഗിലൂടെ നിവിൻ പോളി അതിന് മറുപടി നൽകിയതാണ്. ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തി ഒരു വർഷം പിന്നിടുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ബോഡി ട്രാൻസ്ഫോർമേഷനിലൂടെ വലിയ മറുപടി വിമർശകർക്ക് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ പ്രേമത്തിലെ ജോർജ് അല്ലേ എന്നൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് കാണുന്നത്. ഏറ്റവും പുതിയ ചിത്രത്തിന് ഇതിനോടകം തന്നെ സെലിബ്രിറ്റീസ് ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ആന്റണി വർഗീസ് തുടങ്ങിയ നിരവധി സെലിബ്രിറ്റീസിന്റെ വലിയ പ്രശംസയും ഒപ്പം തന്നെ ആശംസകളെല്ലാം തന്നെയാണ് നൽകി കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിവിൻ അദ്ദേഹത്തിന്റെ പഴയ ശരീരം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി കാത്തിരിക്കുന്നത് തുടർച്ചയായിട്ട് മികച്ച സിനിമകൾ തെരഞ്ഞെടുത്തുകൊണ്ടിരുന്ന ഒരു നിവിൻ പോളി ഉണ്ടായിരുന്നു. ആ നിവിൻ പോളിയും ഒപ്പം തന്നെ നിവിന്റെ സ്റ്റാർഡത്തെ എല്ലാം തന്നെയാണ്. എന്തായാലും അവയെല്ലാം തന്നെ തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഈ വീഡിയോയിൽ നിവിന്റെ വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നിവിന്റെ ഉടനെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമ നിവിൻ നിർമ്മിച്ച നയൻതാര നായികവേഷത്തിലെത്തുന്ന നിവിൻ കൂടി അഭിനയിക്കുന്ന ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയാണ്. ചിത്രം ഈ വർഷം ഉടനെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. അതിനു മുന്നേ നിവിന്റെ ഒരു തമിഴ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അത് റാം സംവിധാനം ചെയ്ത നിവിൻ, സൂരി, അഞ്ജലി തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയാണ്. ഏഴ് കടൽ ഏഴ് മലൈ എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അവസാനം വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഇനി നിവിൻ ഉടനെ ജോയിൻ ചെയ്യാനായിട്ടിരിക്കുന്ന മലയാളം സിനിമ അത് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ്. എബ്രിഡ് ഷൈൻ മഹാവീര്യർ എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ എന്നൊരു പ്രത്യേകത കൂടി സൂപ്പർ ഹിറ്റ് ചിത്രം ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗത്തിനുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് എത്രയും വേഗം ആരംഭിക്കട്ടെ, സിനിമ എത്രയും വേഗം തിയേറ്ററുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കാം. നിവിന്റെ മറ്റു സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ആര്യൻ, രമണി, ഗിരിജ വല്ലഭൻ സംവിധാനം ചെയ്യുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അത് നിവിന്റെ അടുത്തൊരു വമ്പൻ സിനിമയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതേസമയം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ നിവിന്റെ കഥാപാത്രത്തെ തരംഗമാക്കിയ വിനീത് ശ്രീനിവാസനും നിവിൻ പോളി കൂട്ടുകെട്ടും വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിക്കുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റുകളും വൈകാതെ പുറത്തു വന്നേക്കും. ശേഖരവർമ്മ രാജാവ് എന്ന മറ്റൊരു നിവിൻ പോളി സിനിമ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതേസമയം നിവിന് ഒരുപക്ഷെ നേരത്തെ അഭിനയിക്കേണ്ടിരുന്ന പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയിലും നിവിൻ പോളി നായകനെത്തുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതുകൂടാതെ അൽഫോൺസ് പുത്രൻ സിനിമ, ഒപ്പം തന്നെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിന്റെ സംവിധായകൻ അഭിനവ് സുന്ദർ നായകമൊത്തുള്ള നിവിന്റെ സിനിമ, 2018 എന്ന ഇൻഡസ്ട്രി ടു സിനിമയുടെ സംവിധായകൻ ജൂഡ് ആന്റണിയും ഒത്തുള്ള നിവിന്റെ സിനിമ എന്നീ സിനിമകളെല്ലാം തന്നെയാണ് നിവിന്റെ ലൈനപ്പിൽ നിലവിൽ കൺഫേം ആക്കപ്പെട്ട പ്രോജക്റ്റുകൾ. ഇതിനിടയിൽ സംവിധായകനെ ഉറപ്പിക്കാത്ത ഗോകുല മൂവീസ് നിർമ്മിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിലും നിവിൻ അഭിനയിക്കുന്നുവെന്ന് 1-2 ആഴ്ചകൾക്കിടയിൽ ഉറപ്പാക്കപ്പെട്ടതാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വൻ തിരിച്ചുവരവിനെ നിവിൻ പോളി ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് മികച്ച സംവിധായകരുടെ അടക്കമുള്ള പിന്തുണ ഇതിനോടകം തന്നെ നിവിന് ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം നിവിൻ സിനിമകളുടെ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.